ഹലോ ഡിയേഴ്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല വ്ളോഗ് എടുക്കണമെന്ന്. കുറേ ദിവസമായി വിചാരിക്കുകയാണ് ഒരു വ്ളോഗ് എടുക്കാമെന്ന്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും മടി കൊണ്ടും അതങ്ങനെ നീണ്ടുപോയി. പക്ഷേ ഇന്നത്തെ മഴയൊക്കെ കണ്ടപ്പോൾ തോന്നി ഒരു വീഡിയോ എടുത്താൽ എന്താണ്. അങ്ങനെ ഈ മഴയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല മഴ കിട്ടാറുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല കാറ്റായിരിക്കും. എന്നാൽ ഇന്ന് സമാധാനത്തിലുള്ളൊരു മഴയാണ്. അങ്ങനെ ഒരു അരമണിക്കൂറോളം പെയ്ത് മഴ അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ചക്കയൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചക്ക വൃത്തിയാക്കൽ ഒരു മെനക്കെട്ട പണിയാണ്. ഇതിൻ്റെ ഈ വിളഞ്ഞേറ്, നിങ്ങളൊക്കെ എന്താ പറയുക, നമ്മളീ പശക്ക് വിളഞ്ഞേറ് എന്നാണേ പറയുക. അത് കൈക്കൊക്കെ പറ്റി പിടിച്ച് ആകെ മൊത്തം ഇത് കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. പിന്നെ അമ്മമാർക്ക് അതിനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ടാവുമല്ലോ, നമ്മളെപ്പോലെയല്ല. അപ്പോൾ അമ്മ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ അത് ഇരിഞ്ഞെടുത്ത് മുറിച്ചിടാൻ വലിയ പാടില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചക്കയൊക്കെ നന്നായി മുറിച്ചെടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ ചക്കപ്പുഴുക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ അമ്മമാർക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിരിക്കും ഈ ചക്കപ്പുഴുക്ക്. എനിക്ക് ശരിക്കും പഴുത്ത ചക്കയാണ് ഇഷ്ടം, എനിക്കും അതെ മക്കൾക്കും അതെ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ പെട്ടെന്ന് തന്നെ ഈ ചക്കയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരുവും കൂടെ ഇതിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക, അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചക്ക നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ചക്ക വെക്കുന്നത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പല രീതിയിൽ ചക്കപ്പുഴുക്ക് വെക്കും, തേങ്ങയൊക്കെ അരപ്പാക്കി ചേർത്തൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള വേ ആണ്. പക്ഷേ നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോ. കാരണം ഇപ്പോൾ ചക്കയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സമയമാണല്ലോ. ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായയും കൂടി ആകുമ്പോൾ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 3-4 വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വെന്തിട്ടിട്ടുണ്ടാവും. അത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചക്കയുടെ വേവ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം അറിയാമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ട്. ഞാനിതിനൊരു അരയോളം വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. വെള്ളം പാകമായോ എന്നാണ് ഈ ചെരിച്ചും മറിച്ചും നോക്കുന്നത്. കാരണം അധികം ആയിക്കഴിഞ്ഞാലും വിസിലടിക്കുമ്പോൾ അങ്ങ് തന്നെ പുറത്തേക്ക് വരും. അപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലിപ്പോൾ ഒരു 4 വിസിലിനൊക്കെ നമ്മുടെ ചക്ക നന്നായി വെന്ത് കിട്ടും. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാനിപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ സാധനങ്ങളും എടുത്ത വേഗം തന്നെ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയില്ല. അല്ലെങ്കിൽ പിന്നെ എടുത്താലും തീരാത്ത പണിയായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയാണ് വേണ്ടത്. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു 5-6 അത്യാവശ്യം വലിപ്പമുള്ള നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് ചതച്ചെടുക്കാം. ഇതും തേങ്ങ ചിരവിയതുമാണ് നമുക്ക് ഇനി ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ കറിവേപ്പിലയും. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നന്നാവില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുവാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ചതച്ച് മാറ്റി വെക്കുമ്പോഴേക്കും സന്ധ്യാവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കർ ഒരു 3-4 വിസിലൊക്കെ അടിച്ചപ്പോൾ അതും ഓഫ് ചെയ്ത് ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ വിളക്കത്തിക്കേണ്ട സമയമാണ്. പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, തൊട്ടടുത്താണ്, നോക്കിയാൽ കാണുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും മോളാണ് വിളക്ക് വെക്കാറ്. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വെച്ചോളാം, നിങ്ങൾ അമ്പലത്തിൽ പോടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങ് പോയിട്ടുണ്ട്. ഇനി വിളക്കൊക്കെ വെച്ച് എടുത്തു വെച്ചിട്ട് വേണം എനിക്കും പോകാൻ. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലോ അല്ലെ രാവിലെയോ. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള എല്ലാവരും തന്നെ ഈ അമ്പലത്തിൽ പോവാറുണ്ട്. കാരണം തൊട്ടടുത്താണല്ലോ. പോവാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥതയായിരിക്കും. ഇതാണ് അമ്പലം. പ്രതിഷ്ഠയൊന്നും ആയിനില്ല, താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഷ്ഠ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. പുഴയുടെ സൈഡാണ് ഈ അമ്പലം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും തണുപ്പും ഒക്കെ എല്ലാ സമയത്തും ഉണ്ടാവും. ഈ വൈകുന്നേരമൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചൊരു വൈബാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അധിക ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ട്. അപ്പോൾ അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനി ഞാൻ ചക്കേൻ്റെ അടുത്ത പരിപാടി നോക്കുകയാണ്. കുക്കറിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് തുറന്നെടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുക്കറൊന്ന് തുറന്നതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ മുളക് പൊടിയൊക്കെ ഇട്ടപ്പോൾ മിക്സ് ചെയ്യാതെയല്ലേ വെള്ളം ഒഴിച്ചത്. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും ആവാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ തേങ്ങയും ഇട്ടിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു ചൂടിൽ ആ വെളുത്തുള്ളിയും തേങ്ങയും
ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. അത് വെന്ത് വരണമെന്നില്ല. ഈ ഒരു വാടിയിട്ടാകുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ ചക്കയിൽ നിൽക്കുക. അതാണ് ഈ ചക്കേൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചക്ക ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഇഷ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാറുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറവിടാം. ഞാനിവിടെ അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ ചക്കപ്പുഴുക്കിലൊക്കെ എപ്പോഴും നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തിടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കടുക് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ചുവന്ന മുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് വറവിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുവന്ന മുളക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കടുക് മാത്രം ഇട്ട് താളിച്ചൊഴിക്കുകയാണ്. ഇനി ഈ താളിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഈ കടുകും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഈ ചക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കണം. അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടുക. അപ്പോൾ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുഴുക്കിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇളം മധുരമുള്ള കട്ടൻ ചായയാണ്. പക്ഷേ എനിക്കിന്നിപ്പോൾ ഷെയ്ക്ക് അടിക്കാനുണ്ട്. നമ്മളന്ന് വയനാട് പോയപ്പോൾ വാങ്ങിയ അവക്കാഡോ നന്നായി പഴുത്തിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് കുട്ടികൾ അതിന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നത് അടിച്ചു കൊടുത്തില്ലേ പിന്നെ എനിക്കൊരു സമാധാനവും തരില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവക്കാഡോ ഷെയ്ക്ക് അടിക്കാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ റെസിപ്പി നമ്മൾ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ ഷേക്കും അടിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ മിക്സിയുടെ വച്ചേക്കുമ്പോഴേക്കും ഇവിടെ ഹാജരായിട്ടുണ്ട്. കാരണം അവർ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഡിന്നർ എന്നൊക്കെ പറയുന്നത്. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുക. കാരണം എനിക്ക് PCOD ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം വെയിറ്റും കൂടും. അതുകൊണ്ട് ചോറ് കഴിക്കൽ കുറവാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാറ്. ഇന്ന് ശരിക്കും ഹെവിയാണ്. ഇത്രയൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കട്ടെ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസങ്ങളും കടന്നു പോകാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.